Next, differential equation 7. Differential equation 7th video. Non-homogeneous equation. That is method of undetermined coefficient part 2. നമ്മൾ ഇതുവരെ ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 6ൽ നമ്മൾ പറഞ്ഞത് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് 1 ആണ്. ഇത് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് 2. നോൺ ഹോമോജീനിയസ് ഇക്വേഷനിൽ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ റൂൾ 1 പറഞ്ഞു. റൂൾ 1B ആണ്, സം റൂളാണ്. റൂൾ 1A പറഞ്ഞു. ഇനി റൂൾ 1B സം റൂൾ പറയണം ആണ് ഇനിയുള്ളത്. അത് കഴിഞ്ഞാൽ റൂൾ 2 ആണ്. റൂൾ 2 മോഡിഫിക്കേഷൻ റൂള്. അത് കഴിഞ്ഞാൽ റൂൾ 2B മോഡിഫിക്കേഷൻ സം റൂള്. ഇപ്പം റൂൾ 1Aയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി റൂൾ 1B സം റൂളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മോഡിഫിക്കേഷൻ റൂള്. ദെൻ അതാണ് റൂൾ 2 മോഡിഫിക്കേഷൻ റൂളാണ്. അത് കഴിഞ്ഞാൽ റൂൾ 2B മോഡിഫിക്കേഷൻ സം റൂള്. ഓക്കെ, നമുക്ക് റൂൾ 1B സം റൂള് നോക്കാം എന്താണ്. നെക്സ്റ്റ് റൂൾ 1B സം റൂൾ. ഇഫ് Rx ഈസ് എ സം ഓഫ് എ ഫംഗ്ഷൻ സെവറൽ ലൈൻസ് ഇൻ കോളം 1 എന്ന് പറഞ്ഞാൽ Rx എന്ന് പറയുന്നത് R1xൻ്റെയും R2xൻ്റെയും രണ്ട് ഫംഗ്ഷൻ്റെ സമ്മാൻ ആണെന്ന് വിചാരിക്കുക. ഇത് y2 ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു R1x പ്ലസ് R2x. ഇതിൻ്റെ സൊല്യൂഷൻ കാണാനായിട്ട് ആദ്യം നമ്മൾ ഇത് R1ൻ്റെ സൊല്യൂഷൻ കാണണം. y2 ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു R1xൻ്റെ സൊല്യൂഷൻ y1 ആണെന്ന് വിചാരിക്കുക. അതുപോലെ ഈ R2xൻ്റെ സൊല്യൂഷൻ കാണണം. ദാറ്റ് ഈസ് y2 ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു 0യുടെ by ഈക്വൽ ടു R2xൻ്റെ സൊല്യൂഷൻ y2 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ y1ഉം ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ y2 ആണെങ്കിൽ ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ yx ഈക്വൽ ടു y1x പ്ലസ് y2x ആയിരിക്കും. ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ്. വളരെ സിമ്പിളാണ്. രണ്ടെണ്ണത്തിൻ്റെയും കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് പ്രോബ്ലം. എക്സാമ്പിൾ 8 യൂസിങ് റൂൾ 1B. അത് ക്വസ്റ്റ്യൻ അതൊന്നും തരൂല. സോൾവ് ദ ഇക്വേഷൻ y2 ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 4x e പവർ 3xൻ്റെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഇതാണ് ഹോമോജീനിയസ് ഇക്വേഷൻ. ആ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 that is equal to lambda minus 1 into lambda minus 2 equal to 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 ലാംഡ ഈക്വൽ ടു 2 ആയിരിക്കും സൊല്യൂഷൻ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ C1 e to the power of 1x പ്ലസ് C2 e to the power of 2x. അതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. അത് നമുക്ക് കിട്ടി. അതാണ് YH കിട്ടി. YH ആദ്യം എഴുതി കാണണം. ദെൻ ഇതൊരു പ്രോബ്ലത്തിന് 7 മാർക്ക് ഉണ്ടാവും. YH കാണാനായിട്ട് ഏകദേശം ഒരു 2-3 മാർക്ക് ഉണ്ടാവും YH കാണാനായിട്ട്. ദെൻ RX എന്ന് പറയുന്നത് 4x പ്ലസ് e പവർ 3x ആണ്. അപ്പോൾ RX ഈക്വൽ ടു 4xൻ്റെ ആദ്യം കാണണം. 4xൻ്റെ എന്താ RX ഈക്വൽ ടു 4x ആണെങ്കിൽ 4xൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പം x വരെയുണ്ട്. അപ്പം k1x പ്ലസ് k0 ആയിരിക്കും 4xൻ്റെ. 4x സ്ക്വയർ ആണെങ്കിൽ k2x സ്ക്വയർ പ്ലസ് k1x പ്ലസ് k0 ഉണ്ടാവും. അപ്പോൾ 4xൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനായിട്ട് നമ്മൾ k1x പ്ലസ് k0 വിടണം. പിന്നെ k e പവർ 3x ആണ്. അപ്പോൾ e പവർ 3xനെയാണ് c e പവർ 3x. ഇതാണ് രണ്ടായിട്ട് yp. ഇത് 4xൻ്റെയും ഇത് e പവർ 3xൻ്റെയും ഇതിൻ്റെയാണ് കാണേണ്ടത്. അതാണ് yp. അത് മാറിപ്പോകരുത്. yp കിട്ടി. ഓക്കെ, ഇനി yp കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിലാണ് yp ഈക്വൽ ടു ദിസ്. എന്നിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. yp2 ഡാഷ് മൈനസ് 3yp ഡാഷ് പ്ലസ് 2yp ഈക്വൽ ടു 4x പ്ലസ് e പവർ 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അപ്പോൾ വൈ പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വൈ പി ഡാഷും വൈ പി ഡാഷും വൈ പി ടു ഡാഷും കാണണം. എന്നിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് 4x കോഎഫിഷ്യൻറ്റും e⁻3x കോഎഫിഷ്യൻറ്റും 0യുടെയും കോഎഫിഷ്യൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് k1 = 2 കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ ടു ദ ഗിവൻ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആൻഡ് സോൾവിങ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ റൈറ്റ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. e⁻3x കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ടേം 0 ആണ് റൈറ്റ് സൈഡിൽ. അതും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ k1 = 2 എന്ന് കിട്ടും, k0 = 3 എന്ന് കിട്ടും, k1 2ഉം k0 3ഉം c½ എന്നും കിട്ടും. അപ്പോൾ വൈ പി = 2x + 3 + ½ e⁻3x എന്ന് കിട്ടും. വൈ പി അതാണ് വൈ പി കിട്ടി. ഇത് വൈ എച്ച്. ഓക്കെ, വളരെ സിമ്പിളാണോ? ഓക്കെ. ദെൻ ഇക്വേഷൻ നമ്പർ 9. സോൾവ് ദ ഇക്വേഷൻ d² - 2d + 3y = x³ + sin x. d²y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം d/dx ഓഫ് എന്നാണ്. d²/dx. d² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം d²/dx² എന്നാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ? λ² - 2λ + 3 = 0 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്താ? ലാംഡയുടെ വാല്യൂ എടുക്കണം. λ = 1 ± √2i എന്ന് വരും. ലാംഡയുടെ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റൂട്ട്. അപ്പം yh = e⁻1x a cos √2x + b sin √2x. അതാണ് അതിൻ്റെ YH. അത് മാറിപ്പോകരുത്. അതാണ് YH. ഓക്കെ, YH അത് കിട്ടി. ദെൻ YH കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? RX = x³ + sin x ആണ്. അപ്പം നമ്മൾ വൈ പി x³ വൈ പി എന്ന് പറയും 3rd ഡിഗ്രിയാണ്. അപ്പം k3x³ + k2x² + k1x + k0. അതാണ് കറസ്പോണ്ടിങ് x³ വൈ പി. പിന്നെ എന്താണ്? സൈൻ എക്സിൻ്റെ വൈ പി എന്തായിരിക്കും? അതാണ് സൈൻ എക്സിൻ്റെ വൈ പി k cos x + m sin x ആണ്. അതാണ് വൈ പി. ഇത് കുറച്ച് ചെയ്യാനുണ്ടാവും വൈ പി. അത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷൻ സെപ്പറേറ്റ് ചെയ്യണം. വൈ പി ടു ഡാഷ് കാണണം, -2yp' കാണണം, +3yp ഉണ്ട് = x³ + sin x. x³ + sin x. എന്നിട്ട് x³ കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് എല്ലാം ഇക്വേറ്റ് ചെയ്യുക. കോഎഫിഷ്യൻ്റ് എല്ലാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേറ്റ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ k3 = 9/7, k2 = 18/27, k1 = 6/27, k0 = -8/27, k = 1/4, m = 1/4 എന്ന് കിട്ടും. അപ്പം വൈ പി ഇത് കിട്ടി. വൈ പി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് വൈ പി. ദെൻ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? YH ഇതാണ് YH പ്ലസ് YP. അതാണ്. ദെൻ എക്സാമ്പിൾ നമ്പർ 10. സോൾവ് ദ ഇക്വേഷൻ y2' - 4y' + 3y = sin 3x + cos x. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ sin a cos b എന്നുള്ളത് ½ sin a + b 3 + 2 5x + sin a - b ഇങ്ങനെ എഴുതി. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹാഫാണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. RX. അപ്പോൾ ഇതാണ് RX. അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ ഇതാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ² - 4λ + 3 = 0. That is λ - 3 × λ - 1 = 0. λ = 3 and λ = -1. That is
YH ഈക്വൽ ടു C1 e to the power of 3x പ്ലസ് C2 e to the power of 1x. അതാണ് YH കിട്ടി. YH, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. YH കിട്ടി. ദെൻ YH കിട്ടി. ദെൻ ഇതിൻ്റെ RX എന്താണ്? RX ഇതാണ് RX. അപ്പോൾ അത് സൈൻ 5xൻ്റെയും സൈൻ എക്സിൻ്റെയാണ്. അപ്പോൾ സൈൻ 5xന് ഹാഫ് സൈൻ 5xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള YP എന്തായിരിക്കും? K1 cos 5x പ്ലസ് M1 സൈൻ 5x. ഇനി സൈൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതോ K2 cos x പ്ലസ് M2 സൈൻ എക്സ്. 1x ആണ് സൈൻ എക്സ്. ഇതാണ് YP. എന്നിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. YP ഡാഷ് YP2 ഡാഷ് മൈനസ് 4YP ഡാഷ് പ്ലസ് 3YP ഈക്വൽ ടു ഹാഫ് സൈൻ 5x പ്ലസ് സൈൻ എക്സ്. അവിടെ ഈ YP2 ഡാഷ് കാണണം, YP2 ഡാഷ് കാണണം, YP ഡാഷ് കാണണം. YP തന്നിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ K1 ഈക്വൽ ടു M1 ഈക്വൽ ടു K2 ഈക്വൽ ടു M2 ഈക്വൽ ടു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ YP ഇത് കിട്ടും. YP. അങ്ങനെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? YH. ഇതാണ് YH. ഇത് YP. അതാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ. Then example 11. Find the particular solution of y2 dash minus 3y dash minus 4y equal to 3e power 2t plus 2 sin t minus 8e power t cos 2t. ഇതാണ്. ഇവിടെ 3 എണ്ണം ഉണ്ട്. 1, 2, 3. അപ്പോൾ ഇത് നമ്മൾ 3 കാണണം. അപ്പോൾ ആദ്യം ഇതെടുക്കുക. y2 dash minus 3y dash minus 4y equal to 3e power 2t. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ എടുക്കുക. ഇത് y2 dash minus 3y dash minus 4y equal to 2 sin t. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ തേർഡ് വൺ എടുക്കുക. y2 dash minus 3y dash minus 4y equal to minus 8e power t cos 2t. ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ നമ്പർ 5 അത് ചെയ്തിട്ടുണ്ട്. ഇത് എക്സാമ്പിൾ നമ്പർ 6 ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിൾ നമ്പർ 5, ഇത് എക്സാമ്പിൾ നമ്പർ 6, ഇത് എക്സാമ്പിൾ നമ്പർ 7. 5, 6, 7 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എക്സാമ്പിൾ നമ്പർ 5ൻ്റെ സൊല്യൂഷൻ ഇതാണ്. അപ്പം 5ൻ്റെ സൊല്യൂഷൻ ഇതാണ്. പ്ലസ് എക്സാമ്പിൾ നമ്പർ 6ൻ്റെ സൊല്യൂഷൻ ഇതാണ്. എക്സാമ്പിൾ നമ്പർ 5ൻ്റെ സൊല്യൂഷൻ ഇതാണ്. എക്സാമ്പിൾ നമ്പർ 5ൻ്റെ സൊല്യൂഷൻ ഇതാണ്. എക്സാമ്പിൾ നമ്പർ 6ൻ്റെ സൊല്യൂഷൻ ഇതാണ്. ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണ്. ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണ്. ദെൻ ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായി. അതാണിത്. ഓക്കെ. ദെൻ എക്സാമ്പിൾ നമ്പർ 12. സോൾവ് ദ ഇക്വേഷൻ ദിസ്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0. ഡി എന്ന് പറഞ്ഞാൽ d/dt ആണ്. ഇവിടെ ടി ആണ് വേരിയബിൾ. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 3യുടെ സൊല്യൂഷൻ എന്തായിരിക്കും? ലാംഡ ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് √2i ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അതാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റൂട്ട്. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ CH ഈക്വൽ ടു e to the power of 1t a cos ഒമേഗ എന്ന് പറഞ്ഞാൽ √2 ആണ്. a cos ഒമേഗ √2t പ്ലസ് b sin ഒമേഗ t. അതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓക്കെ. ഇനി അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ
സോറി പർട്ടിക്കുലർ സൊല്യൂഷൻ ടി ക്യൂബാണ്. ടി ക്യൂബിൻ്റെ എന്താണ് K3T³ പ്ലസ് K2T² പ്ലസ് K1T പ്ലസ് K0. സൈൻ ടി ഡി എന്തായിരിക്കും K cos T പ്ലസ് M സൈൻ T. അതാണ് YP. ഇനി ഇവിടെ ഈ വാല്യൂ YPയുടെ സ്ഥാനത്ത് ഇവിടെ YP2 ഡാഷ് മൈനസ് 2YP ഡാഷ് പ്ലസ് 3YP ഈക്വൽ ടു TQ പ്ലസ് സൈൻ T എന്ന് എഴുതുക. എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ K3 K2 K1 K0 Km കിട്ടും. അപ്പോൾ നമുക്ക് YP ഇത് കിട്ടി. ദെൻ Y ഈക്വൽ ടു YH പ്ലസ് YP. ഇതാണ് YH, ഇത് YP. ഇറ്റ്സ് വെരി സിമ്പിൾ. ചെയ്തു നോക്കണം കുട്ടികൾ, ഇത് ചെയ്തു നോക്കണം. ഓക്കെ. നെക്സ്റ്റ് മോഡിഫിക്കേഷൻ റൂൾ. ഈ മോഡിഫിക്കേഷൻ റൂളാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഇഫ് എ ടേം Rx ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y2 dash plus ay dash plus by equal to Rx, modify the choice of Yp according to the following modification rule. അതാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇതാണെന്ന് വിചാരിക്കുക. മോഡിഫിക്കേഷൻ y2 dash plus ay dash plus by equal to Rx. ഇതിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ ഉണ്ടാവും. അതിനകത്താണ് YH വരുന്നത്. ഈ YHൻ്റെ അകത്ത് ഈ Rx ഉണ്ടെങ്കിൽ നമ്മൾ YP എടുക്കുന്നത് മാറണം. അതാണ് YHൻ്റെ അകത്ത് Rx ഉണ്ടെങ്കിൽ ഇതാണ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു 1 ദ ചോയ്സ് ഓഫ് YP ഈസ് ആസ് ഫോളോസ്. ഇതാണ് YP മാറ്റണം. Rxൻ്റെ അകത്ത് YHലെ ടേം ഉണ്ടെങ്കിൽ YP മാറ്റണം എന്നാണ്. മൾട്ടിപ്ലൈ ദ എക്സ്പ്രഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ലൈൻ ഓഫ് കോളം 2 ബൈ ദ ടേബിൾ by x if this solution corresponding a simple root of the characteristic equation of the corresponding homogeneous equation, or by x square this solution corresponds to the double root of the characteristic equation corresponding to the homogeneous equation. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം ലാംഡ ഈക്വൽ ടു പി ഒരു സിമ്പിൾ റൂട്ടാണെന്ന് വിചാരിക്കുക. ലാംഡ ഈക്വൽ ടു പി ഒരു സിമ്പിൾ റൂട്ടാണെങ്കിൽ CE⁻PX ഉണ്ടാവും അതിൻ്റെ YPക്കകത്ത്. YHൻ്റെ അകത്ത് എന്തുണ്ടാവും? അല്ല സോറി, ഈ ലാംഡ ഈക്വൽ ടു പി അതിൻ്റെ റൂട്ടാണെങ്കിൽ C1 e⁻PX അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ Rxൻ്റെ അകത്ത് ഈ KE⁻PX ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ഒരു സിമ്പിൾ റൂട്ടാണ് ലാംഡ ഈക്വൽ ടു പി എങ്കിൽ YHൻ്റെ അകത്ത് C1 e⁻PX വരും. Rxൻ്റെ അകത്ത് KE⁻PX ഉണ്ടെങ്കിൽ RPക്കകത്ത് CE⁻PX വരും. അപ്പോൾ ഇതിൻ്റെ അകത്തും വരും CE⁻PX, ഇതിൻ്റെ അകത്തും വരും. അല്ല, C1 e⁻PX ഇതിൻ്റെ അകത്തും വരും, e⁻PX ഇതിൻ്റെ അകത്തും വരും. അത് തെറ്റാണ്. അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു പി ഒരു സിമ്പിൾ റൂട്ടാണെങ്കിൽ ഇവിടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ അകത്ത് C1 e⁻PX വരും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഇതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. x ഇൻറ്റു CE⁻PX ആയിരിക്കണം അതിൻ്റെ YP. ഇനി ഡബിൾ റൂട്ട് ആണെങ്കിലോ, ഈ ലാംഡ ഈക്വൽ ടു പി ഡബിൾ റൂട്ട് ആണെങ്കിൽ C1 പ്ലസ് C2x e⁻PX വരും. അപ്പോൾ x e⁻PX വരും. ഇതുണ്ടോ, x e⁻PX വരും. ഇവിടെ x CE⁻PX വരും ഡബിൾ റൂട്ട് ആണെങ്കിൽ. ഇവിടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ ഇത് രണ്ടും ഒന്നായി. അത് അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഈ ഇവിടെ x കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ സിമ്പിൾ റൂട്ടാണെങ്കിൽ ലാംഡ ഒരു സിമ്പിൾ റൂട്ടാണെങ്കിൽ ലാംഡ ഈക്വൽ ടു പി സിമ്പിൾ റൂട്ടാണെങ്കിൽ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡബിൾ റൂട്ടാണെങ്കിൽ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പർട്ടിക്കുലർ സൊല്യൂഷൻ അതാണ് YP. അത് ഇങ്ങോട്ടെല്ലാം
താഴേക്കല്ല അതുപോലെ വേണം. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇങ്ങോട്ടില്ല അതുപോലെ ചെയ്യണം, സിമ്പിൾ റൂട്ടും ഡബിൾ റൂട്ടും ആണെങ്കിൽ. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നമുക്ക് നോക്കാം. യൂസിങ് rule 2 modification rule, solve the initial value problem. y2 dash minus y dash minus 2y equal to 3e power 2x, y0 equal to 0, y dash 0 equal to 0. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0. അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0, മൈനസ് 2 ഈക്വൽ ടു 0. അപ്പം c1 e to the power of minus 1x, ലാംഡ ഈക്വൽ ടു മൈനസ് 1 ലാംഡ ഈക്വൽ ടു പ്ലസ് 2 ആയിരിക്കും റൂട്ട്. ലാംഡ ഈക്വൽ ടു 1 മൈനസ് 1 ലാംഡ ഈക്വൽ ടു പ്ലസ് 2 ആണ് റൂട്ട്. അപ്പോൾ c1 e to the power of minus 1x പ്ലസ് e to the power of 2x ആണ് അതിൻ്റെ c. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ RX എന്താ? RX 3e power 2x ആണ്. അപ്പോൾ e power 2x ഇവിടെ വരുന്നുണ്ട് RXന്റെ അകത്ത്. YHന്റെ അകത്തും e power 2x വരുന്നുണ്ട്. RX 3e power 2x ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്തായിരിക്കണം? എടുക്കേണ്ട c e power 2x ആണ് സാധാരണ എടുക്കുക. RXന്റെ അകത്ത് 3e power 2x ഉണ്ടെങ്കിൽ c e power 2x ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ YHന്റെ അകത്ത് e power 2x വരുന്നതുകൊണ്ട് ഇവിടെ c e power 2x അല്ല, x ഇൻറ്റു c e power 2x ആണ്. അതാണ് സിൻസ് e power 2x appears in RX and YH, e power 2x RH-നും YH-നും, we have to apply rule 2. Since 2 is a simple root of the characteristic equation of the corresponding homogeneous equation, we have to multiply e power 2x by x. Hence the choice for YP is x e power 2x. ഇത് തന്നെ അതാണ്. ഇതാണ് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ റൂള്, മറന്നു പോകരുത്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് സ്പഷ്ടമാക്കി തരാം. ഇവിടെയും e പവർ 2x വരുന്നുണ്ട്, ഇവിടെയും e പവർ 2x വരുന്നുണ്ട്. YP നമ്മുടെ സാധാരണ റൂൾ അനുസരിച്ച് c e പവർ 2x ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അത് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? x e പവർ 2x. ഇനി ഇവിടെ നമുക്ക് ഈ 2 ഡബിൾ റൂട്ട് ആണെങ്കിലോ ഇവിടെ ഇതിനകത്ത് YH എന്തായിരിക്കും? c ഡബിൾ റൂട്ട് ആണെങ്കിൽ YH c1 പ്ലസ് c2x e പവർ 2x ആയിരിക്കും. അപ്പൊ x e പവർ 2x ഇവിടെ ഉണ്ട്. അപ്പൊ x e പവർ 2x ഇവിടെ പോരാ, ഇവിടെ x സ്ക്വയർ വേണം ഡബിൾ റൂട്ട് ആണെങ്കിൽ. അതാണ് നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതേപോലെ തന്നെ, വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ YP ഈക്വൽ ടു ഇവിടെ x e പവർ 2x എന്ന് എടുക്കുക, YP. ഇനി നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. YP2 dash minus YP dash minus 2YP equal to 3e power 2x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ഇതാണ് YP 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത് കിട്ടും, 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത് കിട്ടും. ഇതത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. അങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? c ഈക്വൽ ടു 1. അപ്പോൾ YP ഈക്വൽ ടു x e പവർ x എന്ന് കിട്ടി. അതാണ് സ്റ്റെപ്പ് 2-ൽ. സ്റ്റെപ്പ് 1-ൽ നമ്മൾ YH എടുത്തു, സ്റ്റെപ്പ് 2-ൽ YP കിട്ടി. ദെൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്താ? y ഈക്വൽ ടു YH പ്ലസ് YP ഇത് കിട്ടി. c1 e പവർ x പ്ലസ് c2 e പവർ 2x പ്ലസ് x e പവർ 2x. ദെൻ പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? y0 ഈക്വൽ ടു 0. y0 ഈക്വൽ ടു 0 എന്ന് വന്നിട്ട് ഇതിനകത്ത് 0 കൊടുക്കുക. അപ്പം ഇവിടെ c1 പ്ലസ് c2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് c1 ഈക്വൽ ടു മൈനസ് c2. അടുത്ത കണ്ടീഷൻ എന്താ? സെക്കൻഡ് കണ്ടീഷൻ y'0 ഈക്വൽ ടു മൈനസ് 2 ആണ്. y'0 ഈക്വൽ ടു മൈനസ് 2. y'0 ഈക്വൽ ടു മൈനസ് 2. അതിനകത്ത് എന്തിനും y'0 ഈക്വൽ ടു മൈനസ് 2 എന്ന് വെച്ചാൽ ഇത് കിട്ടും. അതിനകത്ത് അപ്പോൾ എന്ത് കിട്ടും? c1 ഈക്വൽ ടു ഇവിടെ നമുക്ക് c1 ഈക്വൽ ടു മൈനസ് c2 എന്ന് കിട്ടി. c1 ഈക്വൽ ടു മൈനസ് c2 എന്ന് കിട്ടി. ഇവിടെ c2 ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. ഇതിനകത്ത്
C2 ഈക്വൽ ടു -1. അപ്പോൾ C1 ഈക്വൽ ടു 1. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു C1 1/3 e പവർ -x ഓക്കെ C1 C1ഉം C2 ഓക്കെ C1 ഈക്വൽ ടു 1 e പവർ -x പ്ലസ് C2 ഈക്വൽ ടു -1 e പവർ 2x പ്ലസ് x e പവർ x. അതാണ് 1/3 ഇല്ല. C2 ഈക്വൽ ടു -1 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്തിട്ടുണ്ടോ തെറ്റിയിട്ടുണ്ടോന്ന്. ഓക്കെ, നെക്സ്റ്റ് അതാണ്. നെക്സ്റ്റ് ഇക്വേഷൻ എക്സാമ്പിൾ നമ്പർ 14. ഫൈൻഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y2 ഡാഷ് പ്ലസ് y ഈക്വൽ ടു സൈൻ ടി. അപ്പം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i, ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് 1 i. അപ്പം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താ? C1 sin t പ്ലസ് C2 cos t. C1 sin t പ്ലസ് C2 cos t ആണ് അതിൻ്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇതായി. ഇതിൻ്റെ RX എന്താണ്? RX sin t ആണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ്റെ അകത്ത് എന്തുണ്ട്? sin t വരുന്നുണ്ട്. സോറി, കോംപ്ലിമെന്ററി RX ആണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പോൾ YP നമ്മൾ സാധാരണ sin t ആണെങ്കിൽ YP എടുക്കേണ്ടത് എന്താണ്? സാധാരണ sin t ആണെങ്കിൽ YP എടുക്കേണ്ടത് A sin t പ്ലസ് B cos t ആണ്. sin t ആണെങ്കിൽ YP എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ sin t കോംപ്ലിമെന്ററി ഫംഗ്ഷൻ്റെ അകത്തും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ t കൊണ്ട്, സാധാരണ x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇതിനെ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് YP ഈക്വൽ ടു t A sin t പ്ലസ് B cos t. അതാണ് YP. ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. YP കിട്ടി. YP അതാണ്. ഇനി കോസ്റ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് വരിക. ഇവിടെ കോസ്റ്റ് ഉണ്ടെങ്കിലും ഇത് അവിടെയാണ് വരിക. ഇനി ഇവിടെ കോസ് 2t ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സൈൻ 2t ആണെന്ന് വിചാരിക്കുക. അതിവിടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണ എടുക്കുന്ന പോലെ എടുത്താൽ മതി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ RX കോംപ്ലിമെന്ററി ഫംഗ്ഷൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രം t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് YP, ഇത് YP ഡാഷ്, ഇത് YP2 ഡാഷ്. YPയും അപ്പോൾ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. YP2 ഡാഷ് പ്ലസ് YP ഈക്വൽ ടു സൈൻ ടിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ A ഈക്വൽ ടു 0, B ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടും. അപ്പോൾ YP ഈക്വൽ ടു മൈനസ് ഹാഫ് t കോസ് ടി എന്ന് കിട്ടും. YP ഈക്വൽ ടു മൈനസ് ഹാഫ് t കോസ് ടി. A0 ആയിപ്പോയി. ഓക്കെ, ദെൻ മോഡിഫിക്കേഷൻ ഓഫ് സം റൂൾ. അപ്പോൾ സം റൂളാണ്. സം റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സമ്മിൻ്റെ കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ഓരോന്നിനെ സെപ്പറേറ്റ് കാണുക. ഇപ്പം ചെയ്ത പോലെ തന്നെ മോഡിഫിക്കേഷൻ റൂളും സം റൂളും കൂടെ വെക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. RX ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ 15 യൂസിങ് റൂൾ 2B മോഡിഫിക്കേഷൻ സം റൂൾ y2 ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു, അത് നമുക്ക് ഇങ്ങനെ എഴുതുന്നത് d-1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു y ഈക്വൽ ടു x പ്ലസ് x. അപ്പം ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്താ? പ്ലസ് 1 രണ്ട് റൂട്ട് കിട്ടും. പ്ലസ് 1. അപ്പോൾ YH എന്തായിരിക്കും? അതാണ് നോക്കണ്ടേ. YH ഇവിടെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. YH ഇവിടെ എന്തായി മാറും? YH C1 പ്ലസ് C2x e പവർ x ആയി. ഇതാണ് C പവർ x ആയി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ e പവർ x ഉണ്ട്. ഇവിടെ e പവർ x ഉണ്ട്. അപ്പോൾ ഇവിടെ ലാംഡ ഈക്വൽ ടു 1 ഡബിൾ റൂട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു YP എടുക്കണം. e പവർ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സാധാരണ YP എടുത്തു കഴിഞ്ഞാൽ ഈ 1 ഇതിൻ്റെ ഡബിൾ റൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ
നമ്മൾ സാധാരണ എടുക്കുന്ന ഇ സി ഇ പവർ എക്സ് ആണ് എടുക്കുക ഇതിൻ്റെ വൈ പി ആയിട്ട്. ഇവിടെ 1 ഇതിന് ഡബിൾ റൂട്ട് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ സി ഇ പവർ എക്സ് എടുക്കുക. എക്സ് സ്ക്വയർ സി ഇ പവർ എക്സ് എടുക്കുക. അതാണ് ഇ പവർ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഇതാ സി ഇ പവർ എക്സ് എടുത്തിട്ടുണ്ട്. വെറും ഇ പവർ എക്സ് എടുത്താൽ പോരെ. ഇ പവർ എക്സ് എടുക്കുകയാണെങ്കിൽ സി ഇ പവർ എക്സ് ആണ് എടുക്കേണ്ടത്. അത് ഇവിടെയുണ്ട്. പിന്നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും? അതാണ് നിങ്ങൾ ഇവിടുത്തെ വ്യത്യാസം. അതാണ് ഇവിടെ നമ്മൾ ഇ പവർ എക്സിന്റെ വൈ പി എടുക്കേണ്ട സാധനം സി ഇ പവർ എക്സ് ആണ്. അത് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സി ഇ പവർ എക്സ് ആണ്. അതും ഇവിടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് എക്സ് സ്ക്വയർ ഇ പവർ എക്സ് ആണ് ഈ ഇ പവർ എക്സിന്റെ വൈ പി. എക്സിന്റെ വൈ പി നേരത്തെ പോലെ തന്നെ എഴുതാം. എക്സിന്റെ വൈ പി. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർ എക്സിന്റെ എക്സ് ഇ പവർ എക്സ് ആണ്. അതുകൊണ്ട് സി എക്സ് സ്ക്വയർ ഇ പവർ എക്സ് ആണ് എടുക്കേണ്ടത്. അപ്പം സി എക്സ് സ്ക്വയർ ഇ പവർ എക്സ് ആണ് എന്നിന്റെ ഇ പവർ എക്സിന്റെ വൈ പി. ഇനി എക്സിന്റെ വൈ പി എന്തായിരിക്കും? k1x പ്ലസ് k0. ഇതാണ് വൈ പി. ഇനി ഈ വൈ പി നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈ പി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വൈ പി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ പി ഡാഷ് വൈ പി ടു ഡാഷ് 2yp ഡാഷ് പ്ലസ് വൈ പി ഈക്വൽ ടു എക്സ് പ്ലസ് ഇ പവർ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം തന്നിരിക്കുന്നതിനകത്ത്. വൈ പി ഏതാണ്? വൈ പി ഇതാണ്. വൈ പി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൈ പിയുടെ കാര്യത്ത്. ഇത് കറസ്പോണ്ടിങ്, അത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് മോഡിഫിക്കേഷൻ റൂൾ അനുസരിച്ചാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ സി ഇ പവർ എക്സ് ആണ്. അത് സിംഗിൾ റൂട്ട് ആണെങ്കിൽ സി എക്സ് ഇ പവർ എക്സ് ആണ്. ഇത് ഡബിൾ റൂട്ട് ആണ്. ഇവിടെ 1 ഡബിൾ റൂട്ട് ആണ്. ലാംഡ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഡബിൾ റൂട്ട് ആണ്. അതുകൊണ്ട് എക്സ് സ്ക്വയർ ഇ പവർ എക്സ്. ഇനി നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ k1 ഈക്വൽ ടു 1, k0 ഈക്വൽ ടു 2, സി ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടും. അപ്പം വൈ പി ഇതാണ് വൈ പി. വൈ പി ഇത് വൈ എച്ച്, ഇത് വൈ എച്ച്, ഇത് വൈ പി. അതാണ് C1 ഇ പവർ എക്സ് ഇവിടെ ഉണ്ട്. C2x ഇ പവർ എക്സ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ C3 ഇ പവർ എക്സ് സ്ക്വയർ വേണം. C3 എക്സ് സ്ക്വയർ ഇ പവർ എക്സ് വേണം. അതുകൊണ്ടാണ് ഇതെടുത്തത്. അത് നിങ്ങൾ മാറിപ്പോകരുത്. അതാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അത് മോഡിഫിക്കേഷൻ റൂൾ അനുസരിച്ച്. അപ്പോൾ സിംഗിൾ റൂട്ട് ആണെങ്കിൽ ഇതാ സിംഗിൾ റൂട്ട് ആണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിംഗിൾ റൂട്ട് ആണെങ്കിൽ എക്സ് കൊണ്ട് ഈ ടേമിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് വൈ പി വൈ എച്ചിൻ്റെ അകത്ത് ഇതാണ് ആർ എക്സ്. ഇതൊക്കെയാണ് ആർ എക്സുകൾ. ഇതൊക്കെയാണ് ആർ എക്സ്. വൈ എച്ചിൻ്റെ അകത്ത് ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എല്ലാം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വൈ എച്ചിൻ്റെ അകത്ത് ഇതെല്ലാം ഇതിന്റെ സിംഗിൾ റൂട്ട് ആണെങ്കിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഡബിൾ റൂട്ട് ആണെങ്കിൽ എക്സ് സ്ക്വയർ, അത് ഇവിടെയാ സാധാരണ വരിക. എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് ഈ വീഡിയോ തീരുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ് എടുക്കുക. ഓക്കെ, താങ്ക് യു.